അതിനെ തരണം ചെയ്യാനുള്ള ജ്ഞാനവും കൃപയും പരിശുദ്ധാത്മാവ് അവർക്ക് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഭൗതിക മനുഷ്യൻ, അതായത് ഈ ലോകത്തിന്റെ വീതിയേറിയ വഴി തിരഞ്ഞെടുത്ത് അതിലെ ഓടാനായിട്ട് ആരംഭിക്കുന്നവന്റെയൊക്കെ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾക്ക് പെട്ടെന്നൊന്നും സൊല്യൂഷനും കിട്ടത്തില്ല, പരിഹാരം കിട്ടത്തില്ല. അവന് അവന്റെ പ്രശ്നത്തിന് പരിഹാരം കിട്ടാതെ അവൻ ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ തകർന്നു പോകും, മുന്നോട്ട് പോകാൻ പറ്റാതെ കിതച്ച് അണച്ച് അവിടെ വീണുപോകും. മനസ്സിലായോ? ഈ ആത്മീയ ജീവിതം എന്നൊക്കെ പറയുന്നത് പലർക്കും ഒരു പരിഹാസം, ഒരു പുച്ഛം, വേറെ പണിയൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയുന്നു, എത്രത്തോളം പ്രാർത്ഥിക്കാൻ പറ്റുമോ അത്രത്തോളം പ്രാർത്ഥിക്കുക. നിന്റെ ജീവിതം ഒരു പ്രാർത്ഥനയുടെ ജീവിതമാക്കി മാറ്റുക. എങ്കിൽ മാത്രമേ ഈ ലോകത്തിൻ്റെതായ പ്രശ്നങ്ങളെ തരണം ചെയ്ത് അതിനെയൊക്കെ വളരെ നിഷ്പ്രയാസം വിവേകത്തോടുകൂടി കൈകാര്യം ചെയ്ത് മുന്നോട്ട് കടന്നു പോകാനായിട്ട് സാധിക്കും. ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എന്നെ ഒരു സ്ഥലത്ത് നിന്ന് വിളിച്ചു. ഒരു സാധാരണ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു പാവം ഒരു സ്ത്രീ, അവരുടെ അനിയത്തിക്ക് ബ്രസ്റ്റില് ക്യാൻസർ ആണോ എന്നൊരു ഡൗട്ട്, അതായത് ബയോപ്സിക്ക് അയച്ചിരിക്കുകയാണ്. ആ സ്ത്രീ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് തകർന്ന അവസ്ഥയിലാണെന്ന് ആ സഹോദരി പറയുക. ആരോടും സംസാരിക്കുന്നില്ല. ഞാൻ പറഞ്ഞെന്ന ഒരു കാര്യം അവരോടൊന്ന് വിളിക്കാൻ പറ. അപ്പൊ പറയാം, ആരോടും മിണ്ടുന്നുമില്ല, ഒന്നുമില്ല, ആത്മഹത്യ ചെയ്യുന്നൊക്കെയാ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മള് ഇന്നത്തെ രാത്രി കഴിഞ്ഞ് നാളെ പ്രഭാതം പുലരുമ്പോൾ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരിക്കണം. എന്താ, എന്റെ ജീവിതം അടിപൊളിയായിട്ട് ഒന്നും കൂടെ മെച്ചപ്പെടും എന്നുള്ളത് മാത്രമല്ല, എന്ത് സംഭവിക്കാം, ഏത് നിമിഷവും എന്തും എനിക്ക് സംഭവിക്കാം എന്നുള്ള ഒരു പ്രതീക്ഷയോടും ഒരു വിചാരത്തോടും കൂടി വേണം ഈ ലോകത്ത് ജീവിക്കാൻ. മനസ്സിലായോ? അല്ലാതെ ഒരു ദിവസം പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ അങ്ങ് സംഭവിച്ചു കഴിയുമ്പോൾ പിന്നെ മാനസികമായിട്ട് തകർന്ന് നിരാശ കയറി ആവലാതിപ്പെട്ട് വേവലാതിപ്പെട്ട് പിന്നെ മനസ്സിന്റെ സകല നിയന്ത്രണവും പോയി ചങ്കത്തടിച്ച് വിലപിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. തമ്പുരാന്റെ സന്നിധിയിൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ഓടി ഇങ്ങനെ വന്നിട്ട് പെട്ടെന്ന് പ്രാർത്ഥിച്ചാൽ അല്ലെങ്കിൽ തമ്പുരാനോട് ചോദിച്ചു കഴിഞ്ഞാൽ പരിഹാരം ഉണ്ടാകും, പ്രശ്നം പരിഹരിക്കപ്പെടും, എല്ലാം സോൾവ് ആകുമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ആദ്യം അവിടുന്ന് പരിഗണിക്കുന്ന അവിടുത്തെ മക്കളെയാണ് അവിടുന്ന് ആദ്യം പരിഗണിക്കുന്നത്. വചനം അത് പറയുന്നുണ്ട്. അപ്പം മക്കളുടെ സ്ഥാനത്തിലേക്ക് എങ്ങനെ ഉയരുക? മക്കളുടെ സ്ഥാനത്തിലേക്ക് ഒന്നും ലഭിച്ചില്ലേലും, ഒന്നും ആവശ്യമുണ്ടായിട്ടും ആവശ്യപ്പെട്ടില്ലേലും എപ്പോഴും അവിടുത്തെ സ്തുതിച്ചുകൊണ്ട്, എപ്പോഴും അവിടുത്തോട് പ്രാർത്ഥനയോടുകൂടി ചേർന്ന് നിൽക്കുന്ന ഒരു അനുഭവത്തിൽ വളരുന്ന ഒരു വ്യക്തിയാണ് ആ തമ്പുരാന്റെ മക്കളുടെ സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ മകന്റെ അല്ലെങ്കിൽ മകളുടെ സ്ഥാനത്തേക്ക് വളരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.